വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ക്രാഫ്റ്റ് വീഡിയോ കേട്ടോ. നമ്മൾ DIY ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തിനെ കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് പിസ്താ ഷെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിസ്താ ഷെല്ല് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ച് വെച്ചതായിരുന്നു. പിന്നെ അത് സൂക്ഷിച്ച് വെച്ച കാര്യം എന്നോട് തന്നെ മറന്നുപോയി. ഇപ്പം ഞാൻ എടുത്ത് നോക്കിയ ടൈമിൽ അത് ചെറിയ രീതിയിലൊരു ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട്, നല്ല രീതിയിൽ കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമ്മളിത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പിസ്താഷനും പിന്നെ ഈ റിങ്ങും വെച്ചിട്ടുണ്ട്, അതായത് ഈ റൗണ്ടും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിൻ്റെ റൗണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ടാപ്പ് ഉണ്ടല്ലോ, സെലോ ടാപ്പ് തീർന്നപ്പം ഈ ഒരു റൗണ്ട് പിന്നെ ഔട്ടായി, ഇത് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു റൗണ്ടും പിന്നെ കുറച്ച് പിസ്താഷനും വെച്ചിട്ടാണ് നമ്മളിത് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അധികം ആരും കണ്ടിട്ടില്ലാത്തതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു ക്രാഫ്റ്റ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു റൗണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് പകരം നമ്മുടെ കാർഡ്ബോർഡിൽ സാധാരണ റൗണ്ടായിട്ട് വെട്ടിയെടുത്താൽ മതി. ഏതെങ്കിലും തരത്തിലുള്ളൊരു റൗണ്ട് മതി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതില്ലെങ്കിൽ ആരും പഠിക്കേണ്ട, അങ്ങനെ ഒരു റൗണ്ട് കാർഡ്ബോർഡിൽ നിന്ന് വെട്ടിയെടുത്താൽ മതി. പിന്നെ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്, ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെ ഒരു DIY ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് ഇത്രയധികം പിസ്താ ഷെല്ലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10-12 അടുത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊരു വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഈ ഒരു ഓരോ പിസ്താ ഷെല്ലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. കൂടുതൽ കാണിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ആ ഒരു ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫെവിക്കോളിൻ്റെ ഈ ഒരു അറ്റത്തുണ്ടല്ലോ, അവിടെ നമ്മൾ നല്ല രീതിയിൽ പശയാക്കി കൊടുത്തിട്ട് അതിനെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നേരിട്ട് ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇത്രയും എണ്ണം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം നമ്മൾ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഫെവിക്കോൾ ഉപയോഗിച്ചത് തന്നെ കുറച്ചധികം സമയം തന്നെ വേണം കേട്ടോ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ യെല്ലോ കളറാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഹണി ബീൻ്റെ തീമിലൊക്കെ ഒരു കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹണി ബീൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ പിന്നെ ബ്ലാക്ക്, ആ രണ്ട് കളർ തീമിലാണല്ലോ ഹണി ബീ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇപ്പുറഞ്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഇതേപോലെ യെല്ലോ കളർ വെച്ചിട്ട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന അക്രിലിക് പെയിൻ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല രീതിയിൽ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തൊന്ന് ഡയലൂട്ട് ചെയ്തെടുത്ത് അങ്ങനെ കുറച്ച് മെനക്കെട്ടിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളറിൽ ഈ പിസ്താ ഷെല്ലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ പെയിൻറ്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങും, പെട്ടെന്ന് സ്പ്രെഡായിട്ട് ഒന്നും കിട്ടില്ല. അതേസമയം നമ്മൾ വെള്ളം ആഡ് ചെയ്താൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് പെയിൻറ്റ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അത് മാത്രമല്ല നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ടാവും, ആ ഒരു കളർ ഫെയ്ഡായി പോകുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ട പിടിച്ച പെയിൻറ്റ് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല എനിക്ക് ഇരട്ടി പണിയായി, കാരണം ഞാനിത് ആദ്യം ചെയ്തു, പിന്നെ കളർ ഫെയ്ഡായപ്പോൾ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇതാ പെയിൻറ്റ് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഇതായിരുന്നു കേട്ടോ ലുക്ക്. 2 കോട്ടിങ്ങൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചൊറിപിടിച്ചവരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ മേലെ ബ്ലാക്ക് കളർ കൂടെ ചെയ്യണമല്ലോ, അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഞാനിത് എൻ്റെ അടുത്ത് തന്നെ ബ്ലാക്ക് കളർ തീർന്നു പോയതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഐലൈനറിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഒരുപക്ഷെ ഈ ഒരു കളർ പെട്ടെന്ന് തന്നെ ഫെയ്ഡായി പോകുമെന്നുള്ളത്. കാരണം ഐലൈനറിൻ്റെ ബോട്ടിലാണല്ലോ, നമ്മളിത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഡ്രൈ ആയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ട്രൈ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കി ഓക്കെ ആണെന്ന്. അപ്പോൾ ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ മുഴുവനായിട്ട് എല്ലാത്തിനും ഇതേപോലെ ഐലൈനർ വെച്ചിട്ട് ഇതേപോലെ വര പോലെ ഇട്ട് കൊടുത്തു കേട്ടോ. ഹണി ബീൻ്റെ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് കുറച്ചധികം സമയമൊന്നും ഡ്രൈ ആവാൻ വേണ്ടി വെക്കേണ്ട വന്നില്ല. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ കട്ടിങ് തുടങ്ങി, കാരണം ഐലൈനർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു, പിന്നെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തു. പിന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നല്ല പെർഫെക്ഷനോടുകൂടി കട്ട് ചെയ്തെടുത്തതായിരുന്നു. കാണിച്ചതുപോലെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന മുഴുവൻ പിസ്താ ഷെല്ലും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. കൂടുതൽ ഞാൻ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഒരു രീതിയിൽ തന്നെയാണ് എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബട്ടർ പേപ്പറാണ്. ഇതിൻ്റെ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം വൈറ്റ് കളർ പേപ്പർ എടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇതുണ്ട് കണ്ടപ്പോൾ ഞാൻ ഇതെടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിലിങ്ങനെ ചിറകിൻ്റെ പോലത്തെ ഒരു ചിത്രം വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് ആ ഒരു ഷേപ്പിൽ തന്നെ, അതായത് ഹണിബീൻ്റെ ചിറക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി, അതായത് ഹണിബീൻ്റെ ചിറക് എന്ന് പറയുമ്പോൾ വൈറ്റ് കളറാണ്, പക്ഷേ അത് ഒരു വല പോലത്തെ അങ്ങനത്തെ ചിറകാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് വരക്കണം എന്നൊന്നുമില്ല. ഞാൻ വരച്ച് കൊടുത്തത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് കളർ ആയതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് മുഴുവൻ വരക്കാതെയാണ്. ഇതേപോലെ ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഇങ്ങനെ നമുക്ക് എത്ര ഹണിബി നമ്മളെടുത്തുണ്ടോ അത്രയും നമ്മൾ ചിറകുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പിസ്താഷ്യൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു ഭാഗത്ത് നമ്മൾ പേപ്പറോട് കൂടിയാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ പേപ്പറിൽ നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ പശയാക്കി കൊടുത്തു. അതിൻ്റെ മേലെ ഈ ഒരു ചിറക് വെച്ചു. അതിനുശേഷം നമ്മൾ നൂലാണ് കേട്ടോ, ത്രെഡ്, അതായത് നമ്മുടെ മെഷീൻ്റെ നൂല്, ആ ഒരു നൂലും കൂടി അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അടുത്തൊരു ഹണിബീൻ്റെ ആ ഒരു പീസും കൂടി എടുത്തു ഒട്ടിച്ചു. അങ്ങനെ നമുക്ക് ഓരോ ഹണിബീനെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു നൂല് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ഹാങ്ങിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നൂല്. അപ്പോൾ ഈ ഒരു നൂലിൻ്റെ പകരം നിങ്ങൾക്ക് ടങ്കീസ് അതില്ല, അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടും അങ്ങനെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നങ്കീസ് ആയിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ അടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നെണ്ണം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഹണിബീൻ്റെ പിസ്താഷ്യൻ്റെ ആ ഒരു ഭാഗം എടുത്തു. എന്നിട്ട് അതിൻ്റെ ആ ഒരു കടലാസ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ പശയാക്കി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിറക് വെച്ചു. അതിനുശേഷം ആ ഒരു ത്രെഡ് പിന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വെക്കണം കേട്ടോ. ആ ഒരു ത്രെഡ് വെക്കുന്നത് ഒരു പക്ഷേ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡ് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്, നമുക്ക് ഹാങ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഞാനിത് കട്ട് ചെയ്യുന്ന രീതി, ഒട്ടിക്കുന്ന രീതി, ഇതൊക്കെ ഞാൻ പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും എൻ്റെ വീഡിയോ ഈ ഒരു മുഴുവനായിട്ട് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്, കട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പേപ്പറോട് കൂടിയിട്ട് തന്നെ ആ ഒരു പിസ്താഷ്യൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കാനുള്ളതാണല്ലോ. ഇനിയിപ്പോൾ പേപ്പറിൽ ഒട്ടിച്ചില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് അത് രണ്ടെണ്ണം കൂട്ടി ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഗ്ലൂ ഗൺ വെറുതെ വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഫെവിക്കോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഒരു സംഭവം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, റൗണ്ട്. ആ ഒരു റൗണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് പഴയൊരു കവറാണ്. അപ്പോൾ ആ ഒരു കവറിൽ നിന്ന് നമ്മൾ ഇതേപോലെ കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ പുറം ഭാഗം ഇങ്ങനെ മറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചുറ്റി എടുക്കുന്നുണ്ട്, മുഴുവനായിട്ട് ചുറ്റി ഈ ഒരു റെഡ് കളർ ഇത് വെച്ചിട്ട് കവറിൻ്റെ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ നിങ്ങൾക്ക് ഈ ഒരു ഇത് കിട്ടിയില്ല, അതായത് കവറിന് പകരം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പഴയ തുണികളൊക്കെ ഉണ്ടാവില്ല, നല്ല കളർഫുള്ളായ തുണികൾ, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അടുത്ത് റെഡ് കളർ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ അവസാനം വരെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതൊരു വളൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹണിബി ഉണ്ടല്ലോ, അത് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു വള പോലത്തെ, അതായത് ഈ ഒരു ടാപ്പിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതേപോലെ തൂക്കി എടുക്കുന്നുണ്ട്. അതിന് ഇതിങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നൂല് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഒരു 5-8 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹണിബിൻ്റെ ഈ ഒരു ഹാങ്ങിങ്. അങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ കെട്ടിട്ടിട്ട് നന്നായിട്ട് അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹാങ് ചെയ്യണമല്ലോ, അതായത് ഈ ഒരു റൗണ്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് എംബ്രോയ്ഡറിൻ്റെ നൂലാണ് കേട്ടോ. എംബ്രോയ്ഡറിൻ്റെ നൂല് വെച്ചിട്ട് ഞാൻ 4 സൈഡിലുമായിട്ട് ആ ഒരു വള പോലത്തെ സംഭവത്തിന് 4 സൈഡിലും ഞാൻ ഇതേപോലെ 4 എണ്ണം ഇതേപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. എംബ്രോയ്ഡറിൻ്റെ നൂല് തന്നെ, കുറച്ച് കട്ടിയുള്ള നൂല് ഏതെങ്കിലും എടുത്താൽ മതി, ഈ ഒരു എംബ്രോയ്ഡറി നൂല് തന്നെ വേണമെന്നില്ല. അപ്പോൾ അതും കൂടെ 4 സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് അത് 4 ഒരുമിച്ചാക്കിയിട്ട് നമ്മളൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ 4 എണ്ണം കൂടെ ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് നമ്മൾ അത് 4 കൂടെ ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഹാങ് ചെയ്തേക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ കർട്ടൻ്റെ ഒക്കെ ആ ഒരു ഇതുണ്ടല്ലോ, അവിടെയായിരുന്നു ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഹാങ് ചെയ്ത ടൈമിൽ കാണുന്നില്ല, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, ഫോണിലൊന്നും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞാൻ നേരെ അവിടെ ഒരു വൈറ്റ് കളറിലുള്ള മുണ്ട് കൊണ്ടുപോയിട്ടിട്ടു, ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ വീഡിയോയിൽ ഞാൻ ദൂരത്തുനിന്ന് എടുക്കുന്ന ടൈമിൽ നല്ല രീതിയിലൊരു വ്യൂ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അടുപ്പിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണാൻ അടിപൊളി അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ടൈമിൽ നല്ല ഭംഗി. ഇത് അടുത്തുനിന്ന് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രൂപ ഷേപ്പൊക്കെ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ ഫോണിൽ ഇത്രയും ക്ലാരിറ്റി ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇതൊരു വെറൈറ്റി അടിയല്ല. അപ്പോൾ ഇതുപോലെ പിസ്ത ഒക്കെ കഴിച്ചിട്ട് ഷെല്ലൊന്നും വെറുതെ കളയണ്ട, ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു മുണ്ടില്ലാതെ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ഇത് വീഡിയോയിൽ തീരെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.